ഇത് നമുക്ക് ഈസ്റ്ററിന്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ചെയ്യാം. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്നത് സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് മട്ടന്റെ സ്റ്റൂ പിന്നെ വെജിറ്റബിൾ സ്റ്റൂ ഈ രണ്ട് സ്റ്റൂവിന്റെ റെസിപ്പി നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ചിക്കന്റെ സ്റ്റൂ ആണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഇതേപോലെ പെരുന്നാളൊക്കെ ഉണ്ടാവുമ്പോൾ എല്ലാവരും മിക്കവരുടെ വീട്ടില് എന്തായിരുന്നാലും ഒരു സ്റ്റൂവിന്റെ റെസിപ്പി എന്തായിരുന്നാലും ഉണ്ടാക്കും. ഇത് അപ്പത്തിന്റെ കൂടെ ബ്രെഡിന്റെ കൂടെ മെയിൻ ആയിട്ട് അപ്പമൊക്കെ ഉണ്ടാകും. അപ്പൊ അപ്പത്തിന്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെയാണ് സാധാരണ സ്റ്റൂ മിക്കവരും എടുക്കുക. അല്ലെങ്കിൽ അപ്പൊ ചോറുണ്ടാകാൻ പോണതിന് മുമ്പ് അപ്പിറ്റൈസറായിട്ട് അപ്പവും സ്റ്റൂ കഴിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാം. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ പീസുകൾ ഞാനിവിടെ കുറച്ച് ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വലിയ പീസായിട്ട് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കട്ടോ. പക്ഷെ എനിക്ക് കുറച്ച് ചെറിയ പീസായിട്ട് ചേർക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ ചിക്കൻ എടുക്കുമ്പോൾ ബോൺലെസ് ചിക്കനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് കഷ്ണങ്ങളൊക്കെ ചേർക്കും. സാധാരണ ഇഷ്ടം ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കും, ക്യാരറ്റ് ചേർക്കും, ഫ്രഷ് ആയിട്ടുള്ള പീസ് ചേർക്കും. അപ്പോൾ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള പീസ് ഇതേപോലെ ഇത്രയ്ക്ക് എടുത്തിട്ട് ഇതൊരു 1.5 പിടി ഉണ്ടാവും കേട്ടോ. പിന്നെ ക്യാരറ്റ് ഞാനിവിടെ ഇതേപോലെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. അത് ഞാനിവിടെ ഇത്രയ്ക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം എന്തോരം ഉണ്ടാവും, ഇതൊരു 2.5 പിടിയുടെ അടുത്തുണ്ടാവും. കാരണം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്ന കഷ്ണങ്ങൾക്ക് കൃത്യമായിട്ട് ഇത്രയ്ക്ക് അളവൊന്നുമില്ല. പിന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാനിവിടെ 2 മീഡിയം ഉരുളക്കിഴങ്ങാണ് എടുത്തേക്കുന്നത്. അതും കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന ഈ 3 കഷ്ണങ്ങളാണ് ഈ സ്റ്റൂവിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ കൂടുതൽ എടുത്തേക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. എനിക്ക് തോന്നുന്നു ഉരുളക്കിഴങ്ങായിരിക്കില്ല എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇഷ്ടം. എൻ്റെ വീട്ടിൽ അങ്ങനെ കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഇഷ്ടം ഉണ്ടാക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് കൂടുതൽ ചേർക്കും. അതിലും കുറച്ചും കൂടിയും കുറവ് ചേർക്കും ക്യാരറ്റ്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള പീസ് അതിലും കുറച്ച് തന്നെ എടുത്തേക്കുന്നത്. ഈ ഫ്രഷ് ആയിട്ടുള്ള പീസ് ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇരിക്കുക. ഇത് കയ്യിൽ വെച്ചിട്ട് അമർത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാൻ വരും. അപ്പോൾ ഇത് സാധാരണ നമ്മൾ കടയിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രീസറിലായിരിക്കും വയ്ക്കുക. അപ്പോൾ ചിലർ ഫ്രോസൺ പീസ് എന്ന് പറയും, അല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള പീസ്. നമ്മൾ ഗ്രീൻ പീസ് ഉണങ്ങിയിട്ടുള്ള ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് എടുക്കുമല്ലോ, ഇതല്ല കേട്ടോ. ഇത് അതിൻ്റെ തന്നെ പയർ, പക്ഷേ ഇത് ഫ്രഷ് ആയിട്ടുള്ള പയറാണ്. ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നാട്ടിൽ ഞാൻ ഒരു പ്രാവശ്യം കടയിൽ പോയിട്ട് വാങ്ങിച്ചപ്പോൾ അവർ ഈ ഉണങ്ങിയിട്ടുള്ള പീസ് ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് ഇങ്ങനെ പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കാം. അപ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള പീസ് എന്ന് പറഞ്ഞപ്പോൾ അവരെടുത്ത് തന്നത് അതാണ്. അപ്പോൾ വെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്തുമ്പോൾ അത്യാവശ്യം നല്ല കളറൊക്കെ ഉണ്ടാവുമല്ലോ. പക്ഷേ ഞാനത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇഷ്ടം ഉണ്ടാക്കുന്ന സമയത്ത് സാധാരണ ഇത് നമ്മൾ ഒരുവിധം ലാസ്റ്റൊക്കെ നമ്മളെ ചേർക്കുള്ളൂ. കാരണം ഇത് ഓൾറെഡി നല്ല സോഫ്റ്റാണ്, പിന്നെ കുറേ നേരമായിട്ട് വേവിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അങ്ങനെ ഞാൻ ആ ഗ്രീൻ പീസ് അതിലേക്ക് ചേർത്തിട്ട് അത് വേവണുണ്ടായിരുന്നില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അത് ഉണങ്ങിയിട്ടുള്ളതാണ് അവരങ്ങനെ ചെയ്യണത്. അപ്പോൾ ഈ 3 കഷ്ണങ്ങളാണ് ഇതിലേക്ക് നമ്മൾ ചേർക്കണത്. പിന്നെ ഇതിലേക്കുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സവാള എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ നല്ല കനം കുറച്ചിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 വലിയ വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി നല്ല പൊടിയായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതേപോലത്തെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ഞാൻ ഇതിലേക്ക് ചതച്ചിട്ടുണ്ടോ ചേർക്കണത്. പിന്നെ പച്ചമുളക്. ഇതിലേക്ക് നമ്മൾ മുളകിൻ്റെ പൊടിയൊന്നും ചേർക്കണില്ല. അപ്പോൾ പച്ചമുളക് വന്നാലേ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 9 പച്ചമുളകാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചിലത് ചെറുതും പിന്നെ ചിലത് വലുതൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോ. പിന്നെ കറിവേപ്പിലി. പിന്നെ ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളായിട്ട് സാധാരണ നമ്മൾ കറികളിലേക്കൊക്കെ ചേർക്കണ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി അതൊന്നും ചേർക്കില്ല കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് കുരുമുളക് പൊടി ചേർക്കും. കുരുമുളക് പൊടി അത്യാവശ്യം നന്നായിട്ട് ചേർക്കും. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകും വരുന്നുണ്ട്, പിന്നെ കുരുമുളകും ചേർക്കും, പിന്നെ ഗരം മസാലയും ചേർക്കും. അത് രണ്ടുമാണ് നമ്മൾ മസാലപ്പൊടികളായിട്ട് ചേർക്കുന്നത്. പിന്നെ ഞാൻ ഇഷ്ടം ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാടല്ല കേട്ടോ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഞാനൊന്ന് ചേർക്കും. അപ്പോൾ ഇഷ്ടത്തിന് ചെറുതായിട്ടൊരു വെള്ള കളറല്ല, എന്നാൽ മഞ്ഞ കളറിലേക്ക് പോവുകയും ചെയ്യില്ല. അത്രയ്ക്ക് ആകുമ്പോൾ ചേർക്കുള്ളൂ. കുറച്ച് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഞാനിവിടെ കുറച്ച് മുഴുവനായിട്ടുള്ള ഗരം മസാല എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനത്തെ 2 തക്കോലം എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയ തക്കോലാണ്. അപ്പോൾ ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ബേ ലീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ, അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ കറുവപ്പട്ട ഇതേപോലത്തെ 2 കഷ്ണം എടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് വലുതല്ല കേട്ടോ. പിന്നെ ഏലക്കായ ഞാനൊരു 8 ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതും ഭയങ്കര ചെറുതാട്ടോ ഈ ഏലക്കായ. അപ്പോൾ വലിയ ഏലക്കായൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 മതിയാവും.
ഇത് ഞാൻ പൊടിക്കില്ല, ഒന്ന് ചതച്ചിട്ടുണ്ടോ ഈ ഏലക്കായ ചേർക്കുക. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഈ മുഴുവനായിട്ടുള്ള ഗരം മസാല ഫസ്റ്റ് നമ്മൾ വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നമ്മൾ സവോളയ്ക്ക് ചേർക്കുക. പിന്നെ ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും ഈ സ്റ്റൂവിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വേറെ ചേർക്കണുണ്ട് കേട്ടോ. പിന്നെ ഈ സ്റ്റൂവിൻ്റെ ഏറ്റവും ലാസ്റ്റ് നെയ്യിൽ വറുത്ത് ചേർക്കും. ഞാനിവിടെ കുറച്ച് കാഷ്നട്ടും കുറച്ച് ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് നെയ്യിൽ തന്നെ വറുത്ത് ചേർക്കണുണ്ട്, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിനെ കൃത്യമായിട്ടൊരു അളവില്ല, നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ സ്റ്റൂവിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം, അപ്പോഴായിരിക്കും നമ്മുടെ ഈ സ്റ്റൂവിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാനിവിടെ 1.5 തേങ്ങ പിഴിഞ്ഞിട്ട് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 പാല് 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 പാല് ഇതേപോലത്തെ വലിയ ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ കൃത്യം അത്രയ്ക്ക് തന്നെ വേണമെന്നില്ല. ഒരു 1.5 തേങ്ങ പിഴിഞ്ഞിട്ട് ഫസ്റ്റ് പിഴിഞ്ഞിട്ട് എടുക്കുന്ന പാല് നല്ല കട്ടി ഉണ്ടാവുമല്ലോ, അതിനാണ് നമ്മൾ 1 പാലെന്ന് പറയുന്നത്. അത് നമ്മൾ ഈ സ്റ്റൂവിൻ്റെ ആയിരുന്നാലും കറികളൊക്കെ വെക്കുമ്പോഴായിരുന്നാലും അതേപോലെ 2 പാല് സെപ്പറേറ്റ് ആയിട്ട് വെക്കും. ആ പാലാണ് നമ്മൾ കറിയുടെ ഏറ്റവും ലാസ്റ്റ് ചേർക്കുക. അപ്പോൾ ആ പാലിൽ വെളിച്ചെണ്ണയ്ക്ക് നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറേ നേരം ഇട്ടിട്ട് തിളപ്പിക്കില്ല. അങ്ങനെ തിളപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തേങ്ങാപ്പാലിലുള്ള ഉള്ളിലുള്ള വെളിച്ചെണ്ണ തിരിഞ്ഞു വരും. അപ്പോഴാണ് നമ്മൾ പറയുന്നത് കറി പിരിഞ്ഞു പോയിന്ന്. പക്ഷേ കറി പിരിയുന്നതല്ല, അത് വെളിച്ചെണ്ണ തെളിഞ്ഞ് വന്നതാണ്. അങ്ങനെ വന്നാലും ആ കറി കഴിക്കുന്നത് കൊണ്ട് നമുക്ക് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1 പാല് ലാസ്റ്റ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് ചില സ്ഥലത്ത് തക്കാളി ചേർക്കും. പക്ഷേ ഞാനിതിലേക്ക് വിനീഗറാണ് കേട്ടോ ചേർക്കുന്നത്. ഞങ്ങളുടെ സൈഡിലേക്ക് വിനീഗറാണ് ചേർക്കുക. കാരണം തക്കാളി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റൂവിൻ്റെ കളർ മാറിപ്പോകും. പിന്നെ വിനീഗറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഈ സ്റ്റൂവിനെ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കൊടുക്കുക. അത് നമ്മുടെ സ്റ്റൂവിൻ്റെ പുളിക്കനുസരിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ചേർക്കാം. അപ്പോൾ ഇത്രയ്ക്ക് സാധനങ്ങളാണ് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പച്ചമുളക് 2ആയിട്ട് കീറിയിട്ട് ചേർക്കാം. ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഓയിലിൽ ഉണ്ടാക്കാം കേട്ടോ. ഇത് നെയ്യിൽ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെയ്യിലും ഉണ്ടാക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് ഓയിൽ ചേർക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുഴുവനായിട്ടുള്ള മസാല ചേർക്കാം. 2 തക്കോലം ചേർക്കാം. പിന്നെ ഏലക്കായ ഞാനിവിടെ ഒന്ന് ചതച്ചിട്ടുണ്ട് ചേർക്കുന്നത്. ഇതേപോലെ 2 കഷ്ണം കറുകപ്പട്ട ചേർക്കുന്നുണ്ട്. പിന്നെ ബേ ലീഫും ചേർക്കാം. ഇതിപ്പോൾ ബേ ലീഫ് നിങ്ങളുടെ അടുത്ത് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കാം. കറിവേപ്പിലയും ചേർക്കാം. സവാള ഇത് പതുക്കൊന്ന് വളർന്നു കഴിഞ്ഞിട്ട് ചേർത്താൽ മതി. കാരണം സവാള നമുക്ക് അങ്ങനെ കുറേ നേരം ഇട്ടിട്ട് അങ്ങോട്ട് വളർത്തണ്ട. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മുരിയാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. ഇനി അതിലേക്ക് സവാള ചേർക്കാം. അപ്പോൾ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാണ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ മഞ്ഞൾപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. കുരുമുളക് പൊടി അത്യാവശ്യം നന്നായിട്ട് ചേർക്കണം കേട്ടോ. ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിലാണ് ചേർക്കുന്നത്. ഇനി കുരുമുളക് പൊടിയും നേരത്തെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ആവാം. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. തീ കൂട്ടി വയ്ക്കണ്ട, തീ ഒന്ന് കുറച്ച് വെച്ചോ. ഈ പതുക്കൊന്ന് കുറച്ച് വയ്ക്കുക. കാരണം ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെള്ളം വരും. അപ്പോൾ തീ അങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ ഈ ചിക്കൻ്റെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി തീ പതുക്കെ കുറച്ചിട്ട് തന്നെ ഇത് മൂടി വയ്ക്കുക. തീ കൂട്ടി വയ്ക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് വെള്ളമൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാരറ്റും ചേർക്കണം, ഉരുളൻകിഴങ്ങും ചേർക്കണം. കാരണം ക്യാരറ്റിനും ഉരുളൻകിഴങ്ങിനും അത്യാവശ്യം നല്ല വേവുണ്ടല്ലോ. പിന്നെ ചിക്കനായിരുന്നാലും നമ്മൾ ചെറിയ പീസായിട്ടാണല്ലോ കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം 3 എണ്ണത്തിൻ്റെയും വേവ് ഏതാണ്ട് ഒരേപോലെ വരും. അത് വെള്ളം വന്നു കഴിഞ്ഞിട്ട് മാത്രം ചേർക്കാം നമുക്ക്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് ചൂടായിട്ട് ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് ചെറുതായിട്ട് ജ്യൂസൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ ചേർക്കാം. കാരണം ചിക്കന് അത്രയ്ക്ക് അങ്ങോട്ട് വേവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ നാടൻ ചിക്കനൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ ഒരു ഇത് നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ട് കഷ്ണം ചേർത്താൽ മതി കേട്ടോ.
ഇതിലേക്ക് ക്യാരറ്റ് ചേർക്കാം. ഞാൻ ഉരുളക്കിഴങ്ങ് കുറച്ചും കൂടി വലുതായിക്കാണ് കട്ട് ചെയ്തേക്കുന്നത്. ക്യാരറ്റ് അതിലും കുറച്ചും കൂടി ചെറുതായിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കണില്ല കേട്ടോ. ഇത് നമുക്ക് ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. ഞാനിവിടെ തീ ഒന്ന് കുറച്ചിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ കഷ്ണങ്ങളൊക്കെ ഇതൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇത് ഇപ്പോൾ തന്നെ ഇതേപോലെ തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ട്. കാരണം കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2ാം പാലാട്ടോ ഫസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഈ തീ നമുക്ക് നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് തേങ്ങാപ്പാൽ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശുമ്പാൽ ഈ സ്റ്റൂവിൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ, പിരിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ 2ാം പാൽ ഇപ്പോൾ പശുമ്പാലാണ് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാൽ തന്നെ ചേർക്കണ്ട, കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ചേർക്കുക. എന്നിട്ട് ഒന്നാം പാൽ ചേർക്കുമ്പോൾ പശുമ്പാലിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് ചേർക്കുക. കാരണം പശുമ്പാൽ ചേർത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റൂവിന് ഒരു മധുരത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ പശുമ്പാലായിരുന്നാലും കുഴപ്പമില്ല. ഈ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. ഇനി നിങ്ങൾ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഈ തീ കുറച്ച് വയ്ക്കണ്ട, തീ നന്നായിട്ട് കൂട്ടി വയ്ക്കുക. കാരണം ഇതിനകത്ത് കഷ്ണങ്ങളൊക്കെ ഒരു ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ കറി ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുറുകി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് 1ാം പാൽ ചേർക്കുക. ഇപ്പോൾ പാൽ ചേർത്ത് കഴിഞ്ഞിട്ട് കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രഷ് ആയിട്ടുള്ള പീസ് ചേർക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പീസ് ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീസ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നു നാട്ടിലേക്ക് ആകുമ്പോൾ ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള പീസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചേർക്കുക, കിട്ടിയില്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചേർക്കുമ്പോൾ സാധാരണ നമ്മൾ പീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രീസറിലായിരിക്കും വയ്ക്കുക. അപ്പോൾ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഐസ് കളഞ്ഞിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമുക്ക് ഗരം മസാലയും ചേർക്കണം. പിന്നെ ലാസ്റ്റ് ചേർത്താൽ മതി വിനീഗർ, അത് പുളിക്ക് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ചിലവർക്ക് പുളി അങ്ങനെ തീരെ വേണ്ടാത്തവരുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനീഗർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. കറിയുടെ ടേസ്റ്റ് ഒന്ന് നോട്ടിട്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇഷ്ടം ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ തേങ്ങ ചിലപ്പോൾ എൻ്റെ അടുത്തില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പശുമ്പാൽ ചേർത്തിട്ട് ഉണ്ടാക്കാറുണ്ട്. ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. പിന്നെ പിരിഞ്ഞും പോവില്ല. അത് ചിലർ പറയും പിരിഞ്ഞു പോകുന്നു, പക്ഷേ പിരിഞ്ഞു പോവില്ല. ഇപ്പോൾ ഈ കറിയിലെ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഗരം മസാല ഞാനിതിലേക്ക് 1/4 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ചേർക്കാം, അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് അതനുസരിച്ചിട്ട് ചേർക്കാൻ മതി. കാരണം ഗരം മസാല നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ പലരും ഉണ്ടാക്കുന്ന ഗരം മസാലയ്ക്ക് ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവുമല്ലോ, അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് 1ാം പാൽ ചേർക്കാം. ഇതിലേക്ക് വിനീഗർ ചേർക്കാം. അത് നിങ്ങൾക്ക് പുളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർക്കുന്നത്. കാരണം 1ാം പാൽ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇട്ട് തിളപ്പിക്കണ്ട. ഒരു സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് തിള വരുന്നുണ്ട്. സെൻറ്ററിലും ചെറുതായിട്ടൊരു തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യുക. അങ്ങോട്ട് ഫുള്ള് അങ്ങോട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. അപ്പോൾ ഞാനിവിടെ നെയ്യ് നന്നായിട്ട് ചൂടാക്കി കഴിഞ്ഞപ്പോൾ അതിലേക്ക് കുറച്ച് കാഷ്നട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് ഫസ്റ്റ് കാഷ്നട്ട് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് കാഷ്നട്ട് ഒന്ന് ഗോൾഡൻ കളറായി കഴിഞ്ഞിട്ട് മാത്രം അതിലേക്ക് മുന്തിരി ചേർത്താൽ മതി. പക്ഷേ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കാഷ്നട്ട് പെട്ടെന്ന് കണ്ട് കരിഞ്ഞു പോകും. ഇനി തീ ഓഫ് ചെയ്യുക. ഇനി ഈ നെയ്യുടെ ചൂടുകൊണ്ട് തന്നെ ഈ ഉണക്കമുന്തിരി അതിനകത്ത് കിടന്നിട്ട് അങ്ങോട്ട് നന്നായിട്ട് വീർത്ത് വന്നോളും. ഉണക്കമുന്തിരി ചേർത്ത് കഴിഞ്ഞ വഴിക്കാൻ നിങ്ങൾ തീ ഓഫ് ചെയ്തോ. ഇത് ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ സ്റ്റൂവിലേക്ക് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസ്റ്ററിന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ അല്ലെങ്കിൽ വട്ടയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ അത് റെഡി ആക്കിയിട്ട് എടുക്കാനാണെന്നുണ്ടെങ്കിലും ഒട്ടും പാടില്ല. ഇപ്പോൾ ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിലും നല്ല ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കുക. ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ ഉണ്ടാക്കാണ്ടിരിക്കേണ്ട. പശുമ്പാലിൽ ഉണ്ടാക്കിയാലും ഇതേപോലെ ഈ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കണം സെയിം ടേസ്റ്റ് തന്നെ കിട്ടും. കാരണം ഞാൻ മിക്കപ്പോഴും സ്ഥിരമായിട്ട് പശുമ്പാലിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ടേസ്റ്റിൻ്റെ വ്യത്യാസം അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും.